വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ചുരുങ്ങിയ സമയം കൊണ്ട് മാർക്കറ്റ് പിടിച്ച റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടിയായിരുന്നു 100-350 എന്ന് പറയുന്നത്. 2022 ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തെങ്കിൽ വളരെ പെട്ടെന്നായിരുന്നു എല്ലാ അടയിലേക്കും ഈ ഒരു വണ്ടി എത്തിപ്പെട്ടത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇതിൻ്റെ പ്രൈസിങ് തന്നെയായിരുന്നു. വളരെ കുറഞ്ഞ പ്രൈസിൽ നല്ലപോലെ ലുക്കുള്ള ഒരു റിട്രോ ക്ലാസിക് ബൈക്ക് നമുക്ക് കിട്ടും. ലുക്ക് മാത്രമല്ല, അത്യാവശ്യം പെർഫോമൻസും ഫീച്ചേഴ്സും എല്ലാം ഈ ഒരു വണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് ഈ വണ്ടി ഒരു സക്സസ് ആയി മാറിയത്. അപ്പം 2022 വന്നതിന് ശേഷം വലിയ അപ്ഡേറ്റുകളൊന്നും ഈ വണ്ടിയിൽ അവർ കൊടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പം ഈ ഒരു വണ്ടിക്ക് അവർ ഫേസ് ലിഫ്റ്റ് കൊടുത്തേക്കുകയാണ്. ഈ വരുന്ന 26-ാം തീയതി, ഏപ്രിൽ 26-ാം തീയതി ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യുമെന്നാണ് റോയൽ എൻഫീൽഡ് പറഞ്ഞേക്കുന്നത്. വണ്ടിയുടെ ഹാർഡ്വെയർസിലും അതേപോലെ ചില ഫീച്ചേഴ്സിലും അവർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഒരെണ്ണം നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ റിയറിൽ ആ ഒരു സസ്പെൻഷൻ ഉണ്ടായിരുന്നു, അത് ലീനിയർ സ്പ്രിങ്ങുകളായിരുന്നു. അതിപ്പോൾ ലീനിയർ സ്പ്രിങ് മാറ്റിയിട്ട് അവർ പ്രോഗ്രസീവ് സ്പ്രിങ്ങുകളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഹാൻഡ്ലിങ്ങും അതേപോലെ വണ്ടിയുടെ കംഫോർട്ടൊക്കെ നല്ലപോലെ കൂടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വളരെ മികച്ചൊരു അപ്ഡേറ്റ് ആയിട്ട് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു. അത് അവർ ഇപ്പം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടികളിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റ് ആണ്, പുതിയൊരു LED ഹെഡ്ലൈറ്റ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒട്ടുമിക്ക വണ്ടികളും നമുക്ക് ഒരു LED ഹെഡ്ലൈറ്റ് കാണാൻ കഴിയുന്നതാണ്. അതിപ്പം 100-350 അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പുതിയ കളറും ഗ്രാഫിക്സ് ഒക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. 100 നോക്കുകയാണെങ്കിൽ ഓൾറെഡി തന്നെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ പുതിയ കളറും പുതിയ ഗ്രാഫിക്സും അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള വണ്ടി നോക്കുകയാണെങ്കിൽ 1.5 ലാക്ക് മുതൽ 1.75 ലാക്ക് വരെയാണ് എക്സ്-ഷോറൂം പ്രൈസ് വന്നേക്കുന്നത്. ഈ മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ പ്രൈസും അത്യാവശ്യം കൂടാൻ സാധ്യതയുണ്ട്. ഒരുപാടൊന്നും കൂടുതലില്ല, എങ്കിലും ചെറുതായിട്ട് പ്രൈസ് കൂടാനും സാധ്യതയുണ്ട്. പൊതുവേ റോയൽ എൻഫീൽഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ പുതിയ കളർ കൊണ്ടുവരും, അല്ലെങ്കിൽ പുതിയ ഗ്രാഫിക്സ് കൊണ്ടുവരും, എന്നിട്ട് അതിന് പുതിയൊരു വേരിയൻ്റാണ് പുതിയ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കും. അങ്ങനെയാണ് അവർ സാധാരണ ഇതിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ നമുക്ക് സ്പ്രിങ്ങിലും അതേപോലെ തന്നെ ആ ഒരു LED ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്നതായിട്ടുണ്ട്. കുറച്ച് വ്യത്യാസം അവർ കൊണ്ടുപോയിട്ടുണ്ട്. സ്പ്രിങ് മാറ്റിക്കൊണ്ട് തന്നെ കംഫർട്ടും കൂടി. പിന്നെ ആ ഒരു LED ഹെഡ്ലൈറ്റ് റോയൽ എൻഫീൽഡിൻ്റെ സാധാരണ വണ്ടിയിൽ കാണുന്ന പോലത്തെ ആ ഒരു LED ഹെഡ്ലൈറ്റ് ഇപ്പോൾ 100-ലും കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഫേസ് ലിഫ്റ്റാണ് അവർ ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. വണ്ടി വന്നത് 2022-ലാണ്. 2025 തന്നെ അവർ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട്. അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.